നമസ്കാരം. ഹണ്ടർ ന്യൂസിലേക്ക് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്ത് നാളെ മുതൽ GST ഇളവുകൾ നടപ്പാക്കും. നടപടി ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുമെന്ന് പ്രധാനമന്ത്രി. വില കുറയുന്നത് നിത്യോപയോഗ സാധനങ്ങൾ മുതൽ വാഹനങ്ങൾക്ക് വരെ. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചെന്ന് പ്രധാനമന്ത്രി. H-1B വിസയിൽ വ്യക്തത വരുത്തി അമേരിക്ക. $1 ലക്ഷം ഫീസ് പുതിയ അപേക്ഷകർക്ക് മാത്രമെന്നും വൈറ്റ് ഹൌസ്. നിലവിൽ വിസയുള്ളവർക്കോ പുതുക്കുന്നവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് ബ്രിട്ടനും. ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെയാണ് പലസ്തീനെ അംഗീകരിച്ചത്. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും. ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് മുൻപ് ഫോട്ടോ എടുത്ത് തെറ്റായ പ്രചാരണം നടത്തിയെന്ന് മന്ത്രി VN വാസവൻ. 4126 പേർ പങ്കെടുത്തു. രജിസ്ട്രേഷൻ നടത്തിയതിന്റെ കണക്കാണിത്. മുഖ്യമന്ത്രി എന്ന നിലയിലാണ് യോഗി ആദിത്യനാഥിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നും മന്ത്രി VN വാസവൻ. അയ്യപ്പ സംഗമത്തിലെ പങ്കാളിത്തത്തിൽ കുറവെന്നത് കള്ളപ്രചാരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയ്യപ്പ സംഗമം വൻ വിജയം. ഒഴിഞ്ഞ കസേര AI ദൃശ്യങ്ങളാകുമെന്നും MV ഗോവിന്ദൻ. ആഗോള അയ്യപ്പ സംഗമത്തിലെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം രാഷ്ട്രീയായുധമാക്കി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപ്പട്യമെന്ന് നേതാക്കൾ. സംഗമം പരാജയമെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമെന്ന് സണ്ണി ജോസഫ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ആളൊഴിഞ്ഞ ഇരിപ്പിടങ്ങളുടെ വീഡിയോ AI ആയിരിക്കാമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തെ പരിഹസിച്ച് KC വേണുഗോപാൽ. ഇനി AI എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയല്ലാതെ മാർഗമില്ലെന്ന് KC വേണുഗോപാൽ. സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ഉടൻ ജയിൽ മോചിതനായേക്കും. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ ഹർജി തള്ളി സൗദി സുപ്രീം കോടതി. സന്തോഷം പകരുന്ന വിധിയെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി. സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം നാളെ പന്തളത്ത്. വിശ്വാസം, വികസനം, സുരക്ഷ എന്ന വിഷയത്തിൽ രാവിലെ സെമിനാർ നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തജന സംഗമം. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംഘപരിവാർ സംഘടനകൾ നാളെ പന്തളത്ത് സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ. ശബരിമല കർമ്മസമിതിയുടെ പരിശ്രമം പ്രശംസനീയമെന്ന് യോഗി ആദിത്യനാഥ്. നാളെ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന് 4 ജില്ലയിലെ ഭക്തർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടക സമിതി പ്രസിഡന്റ് PN നാരായണ വർമ്മ. ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന് യഥാർത്ഥ ഭക്തർ എത്തിയില്ല. 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രായശ്ചിത്തമാണ് പമ്പയിൽ നടന്നത് എന്നും നാരായണ വർമ്മ. CPIയിൽ മുരടിപ്പെന്ന് പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് സ്വയം വിമർശനം. പാർട്ടിയിൽ പുരുഷ മേധാവിത്വം. പ്രതിനിധി സമ്മേളനം നാളെ മുതൽ. പ്രായപരിധി കർശനമാക്കിയാൽ D. രാജ ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിയും. പ്രായപരിധി കർശനമായി പാലിക്കണമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു. പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള സാധ്യത കാണുന്നില്ല. പ്രായപരിധി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതോടെ ഇളവുകൾക്കുള്ള വ്യവസ്ഥ നീക്കി. നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്നും K. പ്രകാശ് ബാബു. ദാദാസാഹേബ് പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷം പങ്കുവച്ച് മോഹൻലാൽ. തന്റെ പുരസ്കാര നേട്ടം ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡായി കാണുന്നുവെന്നും മോഹൻലാൽ. പുരസ്കാരം ലഭിച്ചുവെന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രതികരണം. കൊല്ലം കുണ്ടറയിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റു. പടപ്പക്കരയിൽ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട തർക്കം അന്വേഷിക്കാനെത്തിയ ഉദയകുമാറിനാണ് മർദ്ദനമേറ്റത്. പടപ്പക്കര സ്വദേശികളായ സെബാസ്റ്റ്യൻ, പ്രദീപ് എന്നിവരാണ് ആക്രമിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയ വിവാദം കത്തുന്നു. തിരുമല അനിലിനെ CPIയും പോലീസും വേട്ടയാടിയെന്ന് BJP. അനിലിനെ പാർട്ടി കൈവിട്ടോ എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേതാക്കൾ വായ്പയെടുത്ത് അനിലിനെ ചതിച്ചെന്ന് CPIM. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ വികസനം ആവശ്യമാണ്. ഇടുക്കിയിൽ 380 ഏക്കറിൽ പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി തൃശൂർ അവണിശ്ശേരിയിലെ കലിംഗ സൗഹൃദ സംവാദത്തിൽ.
സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗങ്ങൾക്കെതിരെ ചീഫ് ജസ്റ്റിസ് ചില അംഗങ്ങൾ സർക്കാരിനെതിരെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ മടിക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ചില ഉദ്യോഗസ്ഥർക്ക് ട്രൈബ്യൂണലിൽ എത്തിയാൽ സർക്കാർ അനുകൂല പ്രവണതയെന്നും ചീഫ് ജസ്റ്റിസ്. സൈബർ അധിക്ഷേപ പരാതിയിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ കൈമാറി CPIM നേതാവ് KJ ഷൈൻ. തൃശൂർ കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിന് ഇരയായ സുജിത് PS പങ്കുവച്ച പോസ്റ്റും അന്വേഷണ സംഘത്തിന് കൈമാറി. കേസിലെ പ്രതി ഗോപാലകൃഷ്ണന്റെ കുടുംബവും പരാതിയുമായി രംഗത്ത്. കൊല്ലം ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദത്തിന്റെ ഗുളിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പരാതി. റബ്ബർ പോലെ വളയുന്ന ഗുളിക കഴിക്കുന്നത് നിർത്തിയപ്പോൾ അസ്വസ്ഥത മാറിയെന്ന് രോഗികൾ. വ്യാപക പരാതിക്ക് പിന്നാലെ ഗുളിക കൂടുതൽ പരിശോധനകൾക്കായി ലാബിലേക്ക് അയച്ചു. UDF അധികാരത്തിലെത്തിയാൽ മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുപ്പ് സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇടതുമുന്നണി അറിയിക്കാനുള്ള ജലീലിന്റെ ശ്രമം ആണ് ഇതെല്ലാമെന്നും PMA സലാം. വയനാട്ടിൽ കുഴൽപ്പണം പിടിച്ചത് രേഖപ്പെടുത്താത്തതിന് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പണം കവർന്നതിനും കേസ്. വൈത്തിരി SHO ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. മലപ്പുറം പുളിക്കലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. മലപ്പുറം വെള്ളുവമ്പ്രം സ്വദേശി മൻസൂർ അലിയാണ് പിടിയിലായത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനെയാണ് ജൂലൈയിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ മലപ്പുറത്തെ KPCC അംഗത്തിന് 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി. മർദ്ദന ദൃശ്യങ്ങൾ സഹിതം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച പൊന്നാനി സ്വദേശി അഡ്വക്കേറ്റ് ശിവരാമനാണ് നീതി ലഭിച്ചത്. മർദ്ദിച്ച CPO ഹരിലാലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനൊരുങ്ങി കത്തോലിക്ക കോൺഗ്രസ്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും നീക്കം. ഇതിന്റെ മുന്നോടിയായി കർഷക വിഷയങ്ങൾ ഉയർത്തി അടുത്ത മാസം അവകാശ സംരക്ഷണ യാത്ര നടത്തും. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവരെ വേദിയിൽ ഇരുത്തി കേരളത്തെ വാനോളം പുകഴ്ത്തി കർണാടക മന്ത്രി. കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം നമ്പർ 1 എന്ന കൃഷ്ണ ബൈരേഗൌഡ. കേരളം രാജ്യത്തിന് മാതൃകയെന്നും മന്ത്രി. കേരള സർക്കാരിനെ പുകഴ്ത്തിയതല്ലെന്നും കേന്ദ്രത്തെ വിമർശിച്ചതാണെന്നും KC വേണുഗോപാൽ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് MDMAയുമായി ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണി പിടിയിൽ. മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശി മുഹമ്മദ് വാഹിദാണ് പിടിയിലായത്. കോഴിക്കോട്ടെ സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ജ്യോതിർഗമയ. ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരെ പേടിച്ച് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് ബസ് ഡ്രൈവർ. വാട്സാപ്പ് സന്ദേശം പുറത്തായതോടെ അന്വേഷണവുമായി പോലീസും എക്സൈസും. 24ന്റെ ലഹരി വിരുദ്ധ യജ്ഞത്തെ അഭിനന്ദിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മലപ്പുറം തിരുവാലിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ പക. ഒരു ബസ് മറ്റൊരു ബസിനെ ബോധപൂർവ്വം ഇടിച്ചു. ബസ്സിലെ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. ഡ്രൈവർക്കെതിരെ നരഹത്യാശ്രമത്തിന് കേസ്. JRPയുടെ മുന്നണി പ്രവേശനം ഉടനെന്ന് CK ജാനു 24നോട്. NDA വിട്ടതോടെ മറ്റ് മുന്നണികൾ പാർട്ടിയുമായി ബന്ധപ്പെടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് LDFലോ UDFലോ JRP പ്രവേശനം നേടുമെന്നും CK ജാനു. മലപ്പുറം തൂവൂരിൽ അർദ്ധരാത്രി മണ്ണടിക്കുന്നത് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് പോലീസിന്റെ പരിഹാസം. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അർദ്ധരാത്രി മണ്ണെടുക്കുന്നത് നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നായിരുന്നു പരാതി. ഇന്ന് രാത്രി നാട്ടുകാർ ഉറങ്ങേണ്ട എന്നായിരുന്നു പോലീസിന്റെ പരിഹാസം. പത്തനംതിട്ട വടശ്ശേരിക്കര ഉളിക്കലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. മലപ്പുറം മഞ്ചേരിയിൽ 30 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശി ഷാഹുൽ ഹമീദ്, കാരപ്പറമ്പ് സ്വദേശി സജ്മീർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ മുൻപും ലഹരിക്കടത്ത് കേസിൽ പ്രതികളെന്ന് പോലീസ്. തിരുവനന്തപുരം പാലോട് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. പാലോട് ഇടിഞ്ഞാർ സ്വദേശി ജിതേന്ദ്രനാണ് പരിക്കേറ്റത്. തൃശൂർ മുരിങ്ങൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് മണ്ണിടിഞ്ഞു. ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുൻവശത്താണ് 10 അടിയോളം താഴ്ചയിൽ റോഡ് ഇടിഞ്ഞത്. കോട്ടയം നാഗമ്പടത്ത് 11 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ. തിരുവല്ലയിലെ പക്ഷിമൃഗ രോഗനിർണയ ക്യാമ്പിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. എറണാകുളം കളമശ്ശേരിയിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പിടികൂടി പോലീസ്. മറയൂരിൽ നിന്നാണ് കളമശ്ശേരി സ്വദേശിയെ പിടികൂടിയത്.
തിരുവനന്തപുരം മംഗലപുരത്ത് ദേശീയപാതയിൽ തടിലോറി മറിഞ്ഞ അപകടം, ഡ്രൈവർക്കും ക്ലീനർക്കും പരുക്ക്. നാഷണൽ ഹെൽത്ത് ജേർണലിസം സമ്മിറ്റിന്റെ ഭാഗമായി ലോക അൾഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മെമ്മറി വോക്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. സമ്മിറ്റിൽ പങ്കെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകർ എറണാകുളം പ്രസ് ക്ലബ്ബ് സന്ദർശിച്ചു. TJ വിനോദ് MLA, ജനപ്രതിനിധികൾ, നടി സരയു തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. മലപ്പുറം പരപ്പനങ്ങാടി പാലത്തിങ്കലിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. പാലത്തിങ്കൽ B ടീം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. 100ഓളം ആളുകൾ പ്രകടനത്തിന്റെ ഭാഗമായി. DC ബുക്ക് സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് എഴുത്തുകാർക്ക് നൽകുന്ന പുരസ്കാരം ഡോക്ടർ ജോർജ് തൈലിന്. 25 വർഷമായി വൈദ്യശാസ്ത്ര മേഖലയിൽ രചിച്ച മികച്ച പുസ്തകങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. മികച്ച ഡോക്ടർക്കും എഴുത്തുകാരനുമുള്ള 17 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹൃദയ ചികിത്സയിൽ 40 വർഷമായി സേവനം ചെയ്തു വരികയാണ് ഡോക്ടർ ജോർജ് തൈൽ. പ്രധാന അറിയിപ്പുകൾ. കൊല്ലം തേവള്ളി ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSSൽ അധ്യാപക ഒഴിവുണ്ട്. ഒഴിവ് ബോട്ടണി വിഷയത്തിലേക്കാണ്. അഭിമുഖം ഈ മാസം 23-ന്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ടെക്നീഷ്യൻ ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന്. യോഗ്യത ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി, പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിൽ സീറ്റ് ഒഴിവ്. ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. കോട്ടയം വനിതാ കമ്മീഷൻ സിറ്റിംഗ് ഈ മാസം 22-ന് നടക്കും. വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടക്കുക ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ഒഴിവ് എക്കണോമിക്സ് വിഷയത്തിലേക്കാണ്. എറണാകുളം ചിറക്കകം ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഒഴിവ് സംസ്കൃത വിഷയത്തിലേക്കാണ്. അഭിമുഖം ഈ മാസം 24-ന്. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ വിവിധ ട്രേഡുകളിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 30-ന് നടക്കും. കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 24-നാണ്. ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രി നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. ഇറ്റാനഗറിൽ 5100 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. അരുണാചൽ പ്രദേശിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ത്രിപുരയിലേക്ക് പോകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ H1B വിസ ഫീസ് വർധനയ്ക്കെതിരെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അമേരിക്കയിലുള്ള ഇന്ത്യൻ ടെക് തൊഴിലാളികളെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ പ്രധാനമന്ത്രി സ്വീകരിക്കണമെന്ന ആവശ്യം. ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ H1B വിസ ഫീസ് വർധനവെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര. ട്രംപിന്റെ തീരുമാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്നും പവൻ ഖേര. 7 ദിവസത്തെ GST പരിഷ്കരണ അവബോധ ക്യാമ്പ് ആരംഭിച്ചു ഉത്തർപ്രദേശ്. നാളെ തുടങ്ങുന്ന GST പരിഷ്കരണ അവബോധ ക്യാമ്പ് ഈ മാസം 29 വരെ നടക്കും. H1B വിസ ഫീസ് വർധനവിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഫീസ് വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെ. അമേരിക്കയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായി വിമർശനം ഉന്നയിക്കേണ്ട മോദിയാണ് മൗനം പാലിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ. അലമാട്ടി അണക്കെട്ടിന്റെ ഉയരം 5 മീറ്റർ വർദ്ധിപ്പിക്കാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനത്തിന് എതിരെ കെ കവിത രംഗത്തെത്തി. ഈ നീക്കം കൃഷ്ണാനദിയിലെ ജലവിഹിതത്തെ സാരമായി ബാധിക്കുമെന്ന് കെ കവിത. ആഗോള കപ്പൽ നിർമ്മാണ കേന്ദ്രമായി ഉയർന്നുവരാൻ തമിഴ്നാട്. 30,000 കോടി രൂപയുടെ 2 അൾട്രാ മെഗാ പദ്ധതികൾ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതോടെ 55,000-ലധികം തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ. മണിപ്പൂരിൽ അസം റൈഫിൾസ് കോൺവോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ അറസ്റ്റിൽ. വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പശ്ചിമബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യറി സയൻസസിലെ വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നാരോപിച്ച്. ഇനി രാജ്യാന്തര വാർത്തകൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാർ സമ്മർദ്ദത്തിലൂടെയാണ് യുദ്ധം അവസാനിപ്പിച്ചത്. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തനിക്ക് നൊബേൽ സമ്മാനം കിട്ടാൻ അർഹതയുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ്. ഗസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തം. 91 പേർ കൊല്ലപ്പെട്ടു. 4.5 ലക്ഷം പേർ ഇതിനോടകം വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്തുവെന്ന് ഗസ സിവിൽ ഡിഫൻസ്. ഹേഗിൽ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ഡച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടെന്നും റിപ്പോർട്ടുകൾ.
അമേരിക്കയിൽ ടിക്ടോക്കിന്റെ നിയന്ത്രണം 7-അംഗ ബോർഡിനാകും. 7-ൽ 6 പേരും അമേരിക്കക്കാർ. യുക്രൈനിലേക്ക് ആക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ന്യൂ ഹാംപ്ഷയറിലെ നിശാ പാർട്ടിക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. 4 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്ക്. ഇറാഖിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വ്യാവസായിക തോതിൽ സോളാർ പ്ലാന്റ് തുറന്നു. കർബല പ്രവിശ്യയിലാണ് ഇറാഖ് ആദ്യ വ്യാവസായിക സോളാർ പ്ലാന്റ് തുറന്നത്. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ വെനസ്വേല പ്രസിഡന്റിന്റെ യൂട്യൂബ് അക്കൗണ്ട് നിശ്ചലമായി. 20 ലക്ഷം ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണ് നിശ്ചലമായത്. തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കൽ, വിദ്വേഷ പ്രസംഗം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് അക്കൗണ്ട് നിശ്ചലമായതെന്ന് സൂചന. US സൈനിക ആക്രമണത്തെ തുടർന്ന് വെനസ്വേലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടി. കടലാക്രമണം ശക്തമായതോടെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തായ്വാനിൽ വീണ്ടും ചൈനീസ് സൈനിക വിമാനം കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. സുരക്ഷ ശക്തമാക്കി. കറാച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി പ്രതികൾ അറസ്റ്റിൽ. ആമസോണിന് ശേഷം അംഗീകൃത H-1B വിസകളുടെ രണ്ടാമത്തെ ഉയർന്ന ഗുണഭോക്താവ് TCS ആണെന്ന് വിവരം. മൈക്രോസോഫ്റ്റ്, മെറ്റ, ആപ്പിൾ, ഗൂഗിൾ, ഇൻഫോസിസ്, വിപ്രോ എന്നിവയാണ് മറ്റ് പ്രധാന ഗുണഭോക്താക്കൾ. വില കുറച്ച് മാരുതി അരീന കാറുകൾ. വിലക്കുറവ് GST പരിഷ്കരണത്തിന്റെ ഭാഗമായി 1.29 ലക്ഷം രൂപ വരെയുടെ വിലക്കുറവ്. GST പരിഷ്കാരം നാളെ പ്രാബല്യത്തിലാകും. 4 സ്ലാബുകൾ 2 സ്ലാബായി കുറയുമ്പോൾ നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയും. 28% സ്ലാബിലെ കൂടുതൽ ഇനങ്ങളും 18-ലേക്കും 12% സ്ലാബിലുള്ളവ 5%-ലേക്കും മാറും. H-1B വിസ ഫീസ് ഉയർത്തലിൽ ആശങ്ക പ്രകടിപ്പിച്ച അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ്. പ്രശ്നം പരിഹാരത്തിനുള്ള വഴി കാണാനുള്ള ശ്രമത്തിലെന്ന് ഭാരവാഹികൾ. തൊഴിൽദാതാക്കളുടെയും ജീവനക്കാരുടെയും കുടുംബങ്ങളുടെ ക്ഷേമത്തിൽ ആശങ്കയെന്ന് ഭാരവാഹികൾ. കായിക വാർത്തകൾ. മുൻ IPL താരം മിഥുൻ മൻഹാസ് BCCI തലപ്പത്തേക്ക്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മേജർ ലീഗ് സോക്കറിൽ മെസ്സി മികവിൽ ഇന്റർ മയാമിക്ക് ജയം. 3-2 DC യുണൈറ്റഡിനെ തോൽപ്പിച്ചു. മെസ്സിക്ക് ഇരട്ട ഗോൾ. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണ ഇന്ന് കളത്തിൽ. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഗെറ്റാഫെ. ലോക സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലെ 42 കിലോമീറ്റർ മാരത്തണിൽ ഇന്ത്യയുടെ ആനന്ദ് കുമാറിന് സ്വർണം. 2 സ്വർണം ഉൾപ്പെടെ ആനന്ദ് കുമാറിന്റെ ചാമ്പ്യൻഷിപ്പിലെ 3ാം മെഡൽ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനൽസിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യത്തിന് തോൽവി. കൊറിയൻ ജോഡിയോട് നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോറ്റു. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. വൈറലായി ഒരു ഷൂട്ടിംഗ് സെറ്റ്. OTT റിലീസിനൊരുങ്ങി മലയാള ചിത്രം തടവ്. ബീനാചന്ദ്രൻ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രത്തിന് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസകളായിരുന്നു എല്ലായിടത്തും ലഭിച്ചിരുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മോഹൻലാലിനെ അഭിനന്ദിച്ച് സംവിധായകൻ രാം ഗോപാൽ വർമ്മ. എക്സിൽ പങ്കുവച്ച പോസ്റ്റോടെയായിരുന്നു രാം ഗോപാൽ വർമ്മ മോഹൻലാലിന്റെ നേട്ടത്തെ അഭിനന്ദിച്ചത്. നടൻ നാഗാർജുന പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ശിവ റിലീസിന് ഒരുങ്ങുന്നു. ചിത്രം പുറത്തിറങ്ങിയത് 1989. ബാങ്കുകൾ എല്ലാ ശനിയാഴ്ചകളും അടച്ചിടുന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് RBI അറിയിച്ചു. ലേറ്റസ്റ്റ് ന്യൂസ്. COVID-19 ഉറവിടമെന്ന് കരുതുന്ന വുഹാനിലെ വിവരങ്ങൾ പുറത്തുവിട്ട ചൈനീസ് മാധ്യമ പ്രവർത്തകരുടെ ശിക്ഷാ കാലയളവ് നീട്ടി. 4 വർഷത്തേക്ക് കൂടിയാണ് ശിക്ഷാ കാലയളവ് നീട്ടിയത്. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇസ്രയേൽ നഗരമായ അഷ്ദോദിലേക്ക് റോക്കറ്റ് ആക്രമണം. അഷ്ദോദിലേക്ക് 2 റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഇസ്രയേൽ സൈന്യം. വടക്കൻ ഗസയിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്ന് IDF. ബഗ്രാം വ്യോമത്താവളം തിരികെ നൽകാൻ അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ്. അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മോശമായ സാഹചര്യം നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ താക്കീത്.
തെരഞ്ഞെടുപ്പ് സമയത്ത് ആധാർ കാർഡുകളിൽ ചിപ്പുകൾ സ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. നിരവധി വ്യാജ ആധാർ കാർഡുകൾ സൃഷ്ടിക്കപ്പെടുകയും കള്ളവോട്ടിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർബന്ധമാക്കിയ ത്രിഭാഷാ നയത്തെ എതിർത്ത തമിഴ്നാട് സർക്കാരിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാണ് നയത്തെ എതിർക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ കിട്ടിയത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ യുവതിയെ കൊന്ന് മൃതദേഹം സ്യൂട്ട്കേസിലാക്കി നദിയിലൊഴുക്കിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് സൂരജ് കുമാറും സുഹൃത്ത് ആശിഷ് കുമാറും. ജൂലൈ 21 കേസിനാസ്പദമായ സംഭവം. സമാധാനത്തിനുള്ള നൊബേലിന് അർഹനാണെന്ന് ആവർത്തിച്ച ഡൊണാൾഡ് ട്രംപ് 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും ലോകവേദിയിൽ ബഹുമാനിക്കപ്പെടേണ്ട ഇടപെടലുകൾ നടത്തിയെന്നും ഡൊണാൾഡ് ട്രംപ്. ദക്ഷിണ കൊൽക്കത്തയിലെ ജിമ്മിൽ വെടിവെപ്പ്. റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയത്. ജിം ഉടമയെ കണ്ടെത്താനാകാതെ വന്നപ്പോൾ പ്രകോപിതരായതെന്ന് സൂചന. ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.